മുഖം നല്ല രീതിയിൽ നിറം വയ്ക്കാനും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ്നെസ്സും ആ ഡെഡ് സെൽസ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സൺ ടാൻ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. ഒപ്പം ഇത് ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സ്കിൻ കൺസേൺ, പേഴ്സണൽ സ്കിൻ കൺസേൺ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ആദ്യം തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി പറയുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ പാക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് എടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈര് സെറ്റ് ആവത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് തക്കാളിയുടെ നീര് യൂസ് ചെയ്യാം. സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ രണ്ട് ഐറ്റംസും ആണ്. അതുകൊണ്ടാണ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൺ ടാൻ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. തൈരിൽ ഒരുപാട് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു പാക്കായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി നമ്മൾ 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും അതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് മാറ്റി തരാനും സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ, ഗ്ലോ ഇതൊന്നും നഷ്ടപ്പെടുത്തത്തുമില്ല. അതുകൊണ്ടാണ് നമ്മളിതിൽ തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസിങ്ങും ആണ്. സോ നമുക്ക് ഈവൻ ഡ്രൈ സ്കിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആണെങ്കിലും ഓയിലിനെസ് മാറ്റുന്നതോടൊപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ഇല്ലാതാക്കത്തില്ല ഈ ഒരു ഫേസ് പാക്ക്. സോ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സ്കിൻ ടൈപ്പിനും ബെസ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേൻ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഒരു ഡൾനെസ് ഇതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. സ്കിൻ നിറം വയ്ക്കാനും ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് പെട്ടെന്നൊരു ഫ്രഷ്നെസ്, സോഫ്റ്റ്നെസ് ഒക്കെ തരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫീൽ ആകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളന്നിട്ടല്ല, ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേനല്ല തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഒരുപാട് തൈര് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ. മുൾട്ടാണി മിട്ടിക്ക് ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാര്യം ഇതൊരു ക്ലേ ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പൂണിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഞാൻ കൈ കൊണ്ട് താഴ്ത്തോട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നല്ല ഒരു ക്രീം പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഇച്ചിരി വാട്ടറി ആയിരുന്നാലും കുഴപ്പമില്ല. കാര്യം ഞാനിത് എടുത്തപ്പോൾ ഒരല്പം ഒരു പൊടിക്കൊരു വാട്ടർ കണ്ടൻറ്റ് കുറവായിരുന്നു. സോ നിങ്ങൾ ചേർക്കുമ്പോൾ ഇച്ചിരി വാട്ടറി ആയിട്ട് എടുത്താൽ മതി. കാര്യം നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നേരം നമുക്ക് വെച്ചിരിക്കാനുള്ളതല്ലേ. അപ്പോൾ അത്രയും നേരം സ്കിന്നിൽ ഡ്രൈ ആവാതെ തന്നെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഒരു പൊടിക്കും കൂടെ നമ്മൾ വെള്ളം ചേർത്താലോ അല്ലെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുത്താലോ ഒരു കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വളരെ വളരെ എളുപ്പമായിരിക്കും. മുഖത്തെ ഓയിലിനെസ് റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മുഖത്തൊരു ഈവൻ ടോൺ തരാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും നമുക്ക് ആ ഒരു ആവശ്യമില്ലാത്ത എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്ത് മുഖക്കുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തടയാനും നമ്മുടെ ഈ ഒരു മുൾട്ടാണി മിട്ടി വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള ലൈവായിട്ടുള്ള ബ്രേക്കൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അതല്ല, നോർമലി പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നാണ്. ഇപ്പോൾ ലൈവായിട്ട് പിമ്പിൾസ് ഇല്ല, ചെറിയ തടിപ്പുകൾ മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സൂപ്പർ എഫക്റ്റീവാണ്. ആ തടിപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മളത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് പെട്ടെന്ന് മാറിക്കിട്ടും. അത് പൊങ്ങി വലിയ മുഖക്കുരുവായിട്ട് വരത്തില്ല.
സോ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വീഡിയോയിൽ നമ്മുടെ താഴത്തെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മുഖക്കുരുവിൻ്റെ വീഡിയോ അതിലുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും മുഖക്കുരു വരുന്ന ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. സോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ലിങ്ക് കിട്ടും, പക്ഷെ ഞാൻ നോക്കി തപ്പിയെടുത്ത് ആഡ് ചെയ്യാനായിട്ട് പലപ്പോഴും മറന്നു പോകും. അതുകൊണ്ടാണ് എന്നെ മാത്രം വിശ്വസിക്കേണ്ട, നിങ്ങൾ താഴത്തെ വീഡിയോസിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് പ്രകൃതി ബ്യൂട്ടി എന്ന് കൊടുത്തിട്ട് പിമ്പിൾ കെയർ എന്നും കൂടെ കൊടുത്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിപ്പം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിന്നാക്കരുത്, ഒരു ഇച്ചിരി കട്ടിയാക്കുക, എന്നാൽ ഒത്തിരി വാരി തേക്കരുത്. ഇങ്ങനത്തെ ഒരു മീഡിയം ലെവലിലുള്ള ഒരു തിക്നെസ്സിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇത് ഒരു കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകില്ല. പെട്ടെന്ന് ഡ്രൈ ആയി പോയാൽ വീണ്ടും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കളയേണ്ടി വരും. കാര്യം സ്കിന്നിൽ പാക്ക് ഡ്രൈ ആയാൽ നമ്മുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ ഉണ്ടല്ലോ, അത് ഈ പാക്ക് വലിച്ചെടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനേ പാടില്ല. എന്നാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് തോന്നും. ഡള്ളായിട്ട് തോന്നുന്നതിനോടൊപ്പം തന്നെ ഒരു ഡാർക്ക്നെസ്സും ഫെയ്ഡ് ആയതുപോലെ, സ്കിൻ്റെ നേച്ചർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആയതുപോലെയൊക്കെ തോന്നും. സോ ഇതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മളിങ്ങനെ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഉള്ള ഗ്ലോ പോലും പോയി എന്നുള്ളത്. അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. സോ ഒരു ഇച്ചിരി തിക്കായിട്ട് തന്നെ, വാട്ടറി ആയിട്ട് തന്നെ പാക്ക് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഒരു തിക്കായിട്ട്, ഒരു ചെറിയ തിക്കായിട്ടുള്ള ലെയർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒരുപാടല്ല, ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് ഫേസിലും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും കഴുത്തിലും മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെറിയ കഴുത്തുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്. സോ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ പഴയ ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഒരു കഴുത്ത് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. മാക്സിമം ആണ് 15 മിനിറ്റ്, മിനിമം ഒരു 7 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. 7 മിനിറ്റ് 10 മിനിറ്റൊക്കെ നിങ്ങൾക്ക് മിനിമം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം. ഒരു കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കൂടെ വെച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്യാം. കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്, ഒരു 5 മിനിറ്റിൽ തന്നെ നമ്മുടെ പാക്ക് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതൊരു ഗുണവും തരത്തില്ല, ദോഷം മാത്രമേ തരുള്ളൂ. സോ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾട്ടർനേറ്റീവ്സ് എടുക്കാൻ പറ്റുന്നത് ഓൾട്ടർനേറ്റീവ്സ് എടുക്കുക, ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. സാധാരണ പച്ചവെള്ളത്തിലാണ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ നമുക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം ചെറു ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്താൽ മതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ചെറു ചൂടെന്ന് പറയുമ്പോൾ ചൂടൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ലൂക്ക് വാംനെസ് അത് മതി. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, ഓൾറെഡി പുറത്ത് ഭയങ്കര ചൂടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്കിന്നിലും കൂടെ ഇനിയും ചൂട് കൊടുക്കണ്ട. സോ തണുത്ത വെള്ളത്തിൽ, സാധാരണ പച്ചവെള്ളത്തിലൊക്കെ വാഷ് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് ഓയിലിനെസ് ഭയങ്കര കൂടുതലാണെങ്കിൽ മാത്രം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ നേർത്ത ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാം. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, യൂസ് ചെയ്യണം എന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.